ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവും ഹൃതിയും കൂടെ സംസാരിക്കുന്നത് കണ്ടിട്ട് രോഹൻ്റെ ഫ്രണ്ട്സിന് തീരെ ഇഷ്ടമായില്ല. അവർ വന്നിട്ട് രാജുവിനെ വഴക്ക് പറയുവാണ്. അത് കേട്ടിട്ട് രോഹൻ വന്നിട്ട് ചോദിക്കുന്നു, എന്താ അഭിലാഷേ, എന്താ കാര്യം? അത് രോഹ, നീ തന്നെ പറ. ഇവിടെ ഒരു ഫംഗ്ഷന് വന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ? അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ, നിങ്ങൾ എന്തിനാ അതിനൊക്കെ ഇടപെടുന്നത് എന്നിങ്ങനെ രോഹൻ വലിയ യോഗ്യനെ പോലെ പറയുന്നുണ്ട്. സോറി കേട്ടോ, ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാൻ സോറി പറയുന്നു. രാജു ഒന്നും വിചാരിക്കരുത്, ഇവന്മാർക്ക് പെരുമാറാൻ അറിയത്തില്ല, എന്ത് ചെയ്യാനാ, കൂട്ടുകാരായി പോയില്ലേ. രാജു പറയാ, രോഹൻ സാറേ സോറി, ഞങ്ങൾ അപ്രതീക്ഷിതമായി ഇവിടെ വെച്ചെന്ന് കണ്ടപ്പോഴേ ഒന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ആരവില്ല രാജു, ഞങ്ങളുടെ കല്യാണം കഴിയുന്നവരെയല്ലേ ഉള്ളൂ ഇതൊക്കെ. അതിനുശേഷം ചിലപ്പം രാജുവിന് ഹൃതിയോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഇവൻ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് രാജു ഇങ്ങനെ രോഹനെ നോക്കുവാണ്. അയ്യോ, തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോഴേ എനിക്കും ഹൃതിയയ്ക്കും ഒരുപാട് സംസാരിക്കാൻ കാണുമല്ലോ. അതിനിടയ്ക്ക് രാജുവിനോട് സംസാരിക്കാനൊന്നും സമയം കാണില്ലല്ലോ, അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ രാജു അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് രോഹൻ അവിടെ നിന്നുണ്ട് പറയുക, എടാ രാജു, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടിയേ ഏതറ്റം വരെയും ഞാൻ വേണമെങ്കിൽ പോവും, അതും വെറും വസ്തുക്കൾക്ക്. ഇപ്പോഴാണെങ്കിലോ ജീവനുള്ള ഒരു പെണ്ണിനെയാണ്, അതും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ്. ആ പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനെതിരെ നിൽക്കുന്ന നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം രാജു. രാജുവിൻ്റെ മുൻപിൽ വെച്ച് നല്ല പിള്ള ചമഞ്ഞ് രോഹൻ അവൻ്റെ ഫ്രണ്ട്സിനെ വഴക്ക് പറഞ്ഞല്ലോ. അവരെ സമാധാനപ്പെടുത്താനായിട്ട് അവൻ അവരുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്താടാ പ്രശ്നം? രണ്ടുപേരുടെ മുഖം കടന്തൽ കുത്തിയതുപോലെ ഉണ്ടല്ലോ. ഓ, നീ വലിയ നന്മമരമല്ലയോ? നീ വലിയ രക്ഷകനായിട്ട് വന്ന് അവനെ അവളെ ഊരി വിട്ടില്ലയോ? എടാ, അവനെ കളിയാക്കാൻ കിട്ടിയ നല്ലൊരു ചാൻസാ നീ വന്ന് തൊലച്ച് കളഞ്ഞത്. എടാ, നിങ്ങൾക്കെന്നെ അറിയില്ലയോടാ? അവനെ കളിയാക്കി അവൻ്റെ മനസ്സ് വേദനിപ്പിച്ച് ഞാൻ രസിക്കാനേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല. എടാ, അവൻ്റെ മനസ്സല്ലടാ വേദനിക്കേണ്ടത്, അവൻ്റെ ശരീരമാടാ. അതാടാ എൻ്റെ സ്റ്റൈല്. അവനെ ഉപദ്രവിക്കണം, അതാ എനിക്ക് വേണ്ടത്. ചേടാ, നിന്നെ ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണല്ലോടാ. എടാ, മനസ്സലിയാൻ ഞാനേ ദീപക്കും അംബികയൊന്നും അല്ല, ഞാൻ രോഹനാ. രോഹൻ, നീയൊക്കെ എന്നെക്കുറിച്ച് എന്താടാ കരുതിയത്? എടാ, അപ്പം നിനക്ക് എന്തൊക്കെയാ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എടാ, നീ മനസ്സിൽ എന്താ പ്ലാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യടാ. എടാ, എനിക്ക് അവനെ കത്തിക്കണം. എടാ, കത്തിക്കാനോ? നീ എന്തോടെ പറയുന്നത്? ബർത്ത്ഡേ ദിവസമായിട്ട് അവനെ കൊല്ലാനോ? നിന്റെ ഫീല് കണ്ടാ ഇത് അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുമല്ല. എടാ, ഇത് എൻ്റെ ബർത്ത്ഡേയാ, അവനെ തീർക്കണം, അതാ എനിക്ക് വേണ്ടത്. മച്ചാനെ, അത് വേണ്ട, ശരിയാവില്ല. ഒന്നും ആലോചിക്കാതെ വെറുതെ എടുത്ത് ചാടല്ലേ. ഞാനങ്ങനെ വെറുതെ എടുത്ത് ചാടുന്ന മണ്ടനൊന്നും അല്ലടാ. മുന്നും പിന്നും എല്ലാം നല്ലതുപോലെ ആലോചിച്ചിട്ട് ഞാൻ എന്തും ചെയ്യും. ആ രാജു ഇന്നിവിടെ എൻ്റെ വീട്ടിൽ വെച്ച് തീരണം. എൻ്റെ പെണ്ണിനെയാ അവൻ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അവക്കും അവനോട് ഇഷ്ടമുണ്ട്. ഇന്നത്തോടെ എല്ലാം തീരണം. അവനെങ്ങനെ എന്നേക്കുമായിട്ട് മാഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ മനസ്സിൽ നിന്ന് തന്നെ അവനങ്ങ് മാഞ്ഞു പോവും. എടാ രോഹ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. നീ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രാജുവിനെ എങ്ങനെങ്കിലും നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ എത്തിക്കണം, എന്നിട്ട് അവിടെ അങ്ങ് തീയിടണം, അത്രേ ഉള്ളു. എടാ, തീയിട്ട് കൊല്ലാനോ? അതേടാ, അവൻ തീ പിടിച്ച് ചാകട്ടെ, നിങ്ങൾക്കെന്താ? എന്നാൽ പിന്നെ എങ്ങനെങ്കിലും അവനെ അവിടെ എത്തിച്ചിട്ട് വേണ്ടതെന്താന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്തേര്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. ഓക്കേടാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രോഹനെ തിരിച്ചു കിട്ടി. കോളേജിൽ പഠിക്കുമ്പോൾ എന്തെല്ലാം പരിപാടികളാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടിയത്. ഏതായാലും രാജു ഇന്നത്തോടെ ഒരു കുന്ന് ചാരമാകും. സാഗരാജനിരുന്നുകൊണ്ട് വർമ്മയോട് കല്യാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണ്. ഭയങ്കര ഗംഭീരമായിട്ട്, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ആർഭാടപരമായിട്ട് വേണം നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ. അങ്ങനെ പ്രതാപൻ മനസാക്ഷിയില്ലാത്ത മൃഗം പറയുന്നതൊക്കെ കേട്ട് അങ്ങ് സമ്മതിക്കുവാണ്. അതിനെന്താ, നിങ്ങൾ പറയുന്ന പോലെ നല്ല ആർഭാടമായിട്ട് തന്നെ നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ പ്രതാപനും അങ്ങോട്ട് വാക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ രാജു അടുത്തുനിന്ന് കേൾക്കുവാണ്. ഈ സാഗർരാജനെ കുറിച്ച് എങ്ങനെ വർമ്മ സാറിനോട് പറയും? ഇവൻ അത്രയ്ക്ക് മോശമാണല്ലോ എന്നൊക്കെ രാജു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും രോഹൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രോഹൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. രോഹൻ അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നു. പെട്ടെന്ന് രാജുവിനോട് പറയുന്നു, രാജു വേണം ഇതിൻ്റെ ഫോട്ടോസെല്ലാം ഞങ്ങൾക്ക് എടുത്തു തരേണ്ടത്. എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഏയ്, ഒന്നുമില്ല എന്നും പറഞ്ഞ സങ്കടത്തോടെ, ആ സങ്കടം മറച്ചുകൊണ്ട് രാജു അവൻ്റെ മൊബൈൽ വാങ്ങിക്കുന്നുണ്ട്. രോഹൻ്റെ അമ്മ പറയാ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ചേർന്ന് നിന്ന്.
എല്ലാവരെയും കിട്ടുന്ന പോലെ വേണം ഫോട്ടോ എടുക്കേണ്ടത്. ഋതിക സങ്കടത്തോടെ രാജുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. രാജുവും ഋതികയെ നോക്കുന്നുണ്ട്. രോഹൻ കേക്ക് കട്ട് ചെയ്ത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു കഴിയുമ്പോൾ അമ്മ പറയുന്നു, മോനെ ഇനി ഋതികയ്ക്ക് കൊടുക്ക്. അത് കേട്ടപ്പോൾ രാജു അങ്ങ് ഞെട്ടുന്നുണ്ട്. ഋതിക സങ്കടത്തോടെ രാജുവിനെ നോക്കുന്നു. അങ്ങനെ രോഹൻ ഋതികയുടെ വായിലോട്ട് കേക്ക് വെക്കാൻ പോകുമ്പോൾ ഋതിക ഇങ്ങനെ കയ്യിൽ നിന്ന് പിടിച്ച് കുറച്ച് വായിലോട്ട് വെക്കുന്നുണ്ട്. ആ ഫോട്ടോ എല്ലാം കറക്റ്റായിട്ട് കിട്ടണം എന്നിങ്ങനെ രോഹൻ രാജുവിനോട് പറയുന്നുണ്ട്. ഇനി ഋതികമോള് രോഹന് കേക്ക് കൊടുക്ക് എന്ന് വീണ്ടും രോഹൻ്റെ അമ്മ പറയുവാണ്. അത് തീരെ സഹിക്കാൻ വയ്യാതെ, പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഋതിക രാജുവിനെ ഒന്ന് നോക്കിയിട്ട് കേക്കെടുത്ത് ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടെ രോഹൻ്റെ വായിലോട്ട് വെക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് യാമിനി വളരെ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി നിസ്സഹായാവസ്ഥയിലാണ്. ആരോട് എന്തു പറയാൻ? രോഹൻ രാജുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് വാ, ഞാൻ ഋതിയെ നിൽക്കുന്നത് മാത്രം എടുക്ക്, ഋതിയെ എനിക്കിങ്ങനെ വായിലോട്ട് കേക്ക് തരുന്നത് നല്ല ക്ലിയറായിട്ട് കിട്ടണം എന്നൊക്കെ അങ്ങോട്ട് രാജുവിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ്. രാജുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടാണ് അവനത് കാണുന്നതൊക്കെ. ഇനി ഞങ്ങൾ മാത്രമുള്ള കുറേ ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞ് അവൻ ഋതികയുടെ തോളിൽ കൈവെക്കുന്നു. അത് കണ്ട് രാജു അങ്ങ് ഞെട്ടി വായുമ്പളന്ന് നിൽക്കുവാണ്. രാജുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഋതികയും രോഹനും മാത്രം നിൽക്കുന്ന കുറേ ഫോട്ടോസുകളൊക്കെ രോഹൻ എടുപ്പിക്കുന്നുണ്ട്. അവസാനം രോഹൻ പറയുന്നു, ഇനിയൊരു സെൽഫി ആകട്ടെ, ഇനി വന്നേ രാജു എന്നും പറഞ്ഞ് ഫോൺ വാങ്ങിക്കൊണ്ട് അവൻ രാജുവിനെ ഋതികയുടെ അടുത്ത് നിർത്തിക്കൊണ്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ഇത് എനിക്ക് എന്നും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ഓർമ്മയാണ് എന്നൊക്കെ രോഹൻ പറയുന്നുണ്ട്. കാരണം രാജുവിനെ അവൻ കൊല്ലാൻ പ്ലാനിട്ടിരിക്കുവാണല്ലോ. ഇന്നിവിടെ വെച്ച് രാജു തീരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് രോഹൻ അങ്ങനെയൊക്കെ പറയുന്നത്. പ്രതാപൻ പറയുന്ന, മോളെ നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുത്ത് രോഹന് കൊടുക്ക്. ശരിയച്ചാന്നും പറഞ്ഞ് ഋതിക കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. രോഹൻ പറയുന്നു, എനിക്ക് എന്തിനാ ഗിഫ്റ്റ്, ഋതികയുടെ പ്രസൻസ് തന്നെയാണല്ലോ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. രോഹൻ രാജുവിനെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടി പറയുവാണ്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അതോ പണ്ടത്തെ ഒരു സിനിമയിലെ പോലെ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ ഫോട്ടോ മാത്രമേ ഉള്ളോ? രാജുവിനെ ഇങ്ങനെ അവൻ അപമാനിക്കുന്നതൊക്കെ ഋതികയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഋതിക ദേഷ്യത്തോടെ രാജുവിനെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? തൻ്റെ പ്രണയം മനസ്സിലാക്കാതെ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ പൊട്ടൻ അഭിനയിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നോർത്തിട്ടാകാം ഋതികയുടെ കണ്ണ് നിറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോവുകയാണ്. അവൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നത്, എടാ പറയടാ അളിയാ, ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? രോഹൻ പറയുക, എടാ പ്ലാൻ ഇതാണ്, നിങ്ങളിൽ ഒരാൾ എൻ്റെ ഡ്രസ്സിങ് റൂമിൻ്റെ വാതിക്കലിനുണ്ടാകണം, ഒരാൾ രാജുവിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ഡ്രസ്സിങ് റൂമിലോട്ട് കൊണ്ടുവരണം. അവൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ റൂം അങ്ങ് പൂട്ടിയേക്കണം. പിന്നെ അവൻ പുറത്തിറങ്ങരുത്. ആ റൂമിൽ ഓൾറെഡി ഞാൻ പെട്രോൾ ഒഴിച്ചിട്ടിരിക്കുക. ജനലിൽ കൂടെ തീ കത്തിച്ച് അങ്ങ് അകത്തോട്ട് ഇട്ടേക്കാം. അങ്ങനെ അവനെ തീർത്തേക്കണം. ഓക്കെ മച്ചാനെ, ഇത് ഞങ്ങൾ ചെയ്തോളാം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ രാജുവിനെ വിളിക്കുമ്പോഴേ അവന് മനസ്സിലാക്കുന്ന പോലെ, അവന് സംശയം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ആകരുത്. ഹെവിയായിട്ടുള്ള എക്സ്പ്രഷനൊന്നും ഇട്ട് നിങ്ങൾ കുളവാക്കരുത്. എടാ ഞങ്ങൾ അങ്ങനെ ചെയ്യുവോടാ? എടാ ഞാൻ പറഞ്ഞെന്നേ ഉള്ളു, കാരണവേ ചാൻസ് ഒന്നേ ഉള്ളു, നമ്മളിത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ ഒരു 3 പേരുടെ ഡീലൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കുന്നുണ്ട്. രാജു ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ രോഹൻ്റെ ഫ്രണ്ട് വന്നിട്ട് സംസാരിക്കുവാണ്. രാജു, മുമ്പേ നമ്മൾ അങ്ങനെ സംസാരിച്ചാലൊന്നും തെറ്റിദ്ധരിക്കല്ലേ, രാജുവിന് എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ റിയലി സോറി എന്നൊക്കെ പറഞ്ഞ് അവൻ അഭിനയിക്കുന്നുണ്ട്. രാജു പറയുക, ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ നിന്ന് വിട്ടു. സത്യത്തിലേ ഇത് സാറിൻ്റെ കുഴപ്പമൊന്നുമല്ല, സമൂഹത്തിലെ നമ്മുടെ ആൾക്കാരുടെ ഒരു രീതിയാണ്. ഒരാണും ഒരു പെണ്ണും ഒന്ന് മാറി നിന്ന് സംസാരിച്ചാൽ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഭാവത്തിലെ നോട്ടവും പിന്നെ അതിനെക്കുറിച്ചുള്ള സംസാരവും ആയിരിക്കും. പിന്നെ രാജു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ സാറേ? മുകളിലത്തെ നിലയിലെ രോഹന ഡ്രസ്സിംഗ് റൂമിലെ അവൻ്റെ പേഴ്സ് അവിടെ വെച്ച് മറന്നിരിക്കുക, ഒന്ന് എടുത്തുകൊണ്ട് തരാമോ? എല്ലാവരും ഫംഗ്ഷൻ്റെ തിരക്കിലല്ലേ, രാജു ആണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാജുവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എടുത്തു കൊടുക്കാവോ? അത് ഒരാളുടെ പേഴ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശമുള്ള കാര്യമില്ലയോ? ആരെങ്കിലും കണ്ടാലേ ഞാൻ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കും. അയ്യോ എൻ്റെ പൊന്നു രാജു, ഇവിടെ ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. രാജുവിന് ഇനി അങ്ങനെ വിശ്വാസക്കുറവാണെങ്കിൽ ഞാൻ നാടൊരു വീഡിയോ എടുക്കാം. ഞാനാണ് രാജുവിനെ ഡ്രസ്സിംഗ് റൂമിലോട്ട് രോഹൻ്റെ പേഴ്സ് എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നതെന്ന്. പോരെ? അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് രാജു പോകുന്നുണ്ട്. ഈ സമയത്ത് ദീപക്കാണെ രോഹനെ തന്നെ നോക്കി നടക്കുക. ചേടാ, ഇവൻ്റെ ഷർട്ടിനകത്ത് ഞാൻ നായ്ക്കണ്ണപ്പൊടി ചേർത്തതാണല്ലോ, ഇവനെന്താ ചൊറിയാത്തത്? ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് പൊടി വല്ലതും ആയിരുന്നോ? ഇത് എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് രോഹൻ അവിടെ ഇവിടെയൊക്കെ ചൊറിയാൻ തുടങ്ങി. ചൊറിയാൻ തുടങ്ങി.
അപ്പോഴത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ തന്നെ. അയ്യോ ഇതെന്തൊരു ചോർച്ചിലാ, സഹിക്കാൻ വയ്യാലോ. ഇത് കണ്ടിട്ട് ദീപക് അവിടെ നിന്ന് ചിരിക്കുക. അവൻ പറയാ, എടാ എന്തിനാടാ രോഹനെ നീ ഇങ്ങനെ സഹിക്കുന്നത്, പോയി വെള്ളത്തിലെങ്ങാനും അങ്ങോട്ട് ചാടറാ. രോഹൻ്റെ ഫ്രണ്ട് വന്ന ഡ്രസ്സിങ് റൂമിനകത്ത് കയറിയിട്ട് ഒരു കുപ്പി പെട്രോളും വെച്ചുകൊണ്ടിരിക്കുവാണ്. രോഹൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്, എന്നാലും എൻ്റെ കണക്ക് ഇതുകൂടി ഇരിക്കട്ടെ, എന്നിട്ട് വേണം അവനെ കത്തിക്കാനായിട്ട്. ഋതികയാണെങ്കിൽ രോഹനുമായിട്ടെടുത്ത ഫോട്ടോസുകളും അവിടെ നടന്നതൊക്കെ കണ്ടിട്ട് അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരു ഭാഗത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴാണ് രാജു അങ്ങോട്ട് വരുന്നത്. എന്താ മേഡം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? രാജു, എനിക്ക് രാജുവിനോട് കുറച്ച് കാര്യം സംസാരിച്ചേ പറ്റത്തുള്ളൂ. രാജു ഇങ്ങോട്ടൊന്ന് വന്നേ. അയ്യോ മേഡം അത് വേണ്ട, ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നമാവും. ഒരു പ്രശ്നമല്ല രാജു, മുകളിലത്തെ ഡ്രസ്സിങ് റൂമല്ലേ, അങ്ങോട്ട് പോയി സംസാരിക്കാം. ഞാൻ അങ്ങോട്ട് പോവുക, രാജു എൻ്റെ പുറകിൽ അങ്ങോട്ട് വന്നേക്കണം എന്നും പറഞ്ഞ് ഋതിക നേരെ ഡ്രസ്സിങ് റൂമിലോട്ട് പോവുകയാണ്. ആ സമയത്ത് രോഹൻ്റെ ഫ്രണ്ട് ആരോടോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഋതിക അകത്തോട്ട് കയറി വന്നോന്നും അവൻ കണ്ടില്ല. പെട്ടെന്ന് ഋതിക അകത്തെ റൂമിനകത്തോട്ട് കയറി കതവ് അങ്ങടച്ച്. രോഹൻ്റെ ഫ്രണ്ട് ആ ശബ്ദം കേട്ടതും രാജു ആണെന്ന് കരുതി പെട്ടെന്ന് ആ റൂം വെളിയിൽ നിന്നങ്ങ് പൂട്ടുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഋതികയാണ് ആ റൂമിലോട്ട് കയറിയതെന്നറിയാതെ ജനലിൽ കൂടെ ആ ജനലിൽ കൂടി പെട്രോൾ ഒഴിച്ചിട്ടിരിക്കുന്ന ആ റൂം അപ്പോൾ ഫ്രണ്ട്സ് ഋതികയാണ് ആ റൂമിൽ കയറിയതെന്നറിയാതെ പെട്രോൾ ഒഴിച്ചിരിക്കുന്ന ആ റൂമിലോട്ട് ജനലിൽ കൂടെ അവർ തീ കത്തിച്ചിടുവോ എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.